ഹായ് നമുക്കൊരു സെൽഫ് ലവ് എക്സ്പെരിമെൻറ്റ് നോക്കിയാലോ. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർ ഈ റിലേഷൻഷിപ്പ് വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻ്റ് അവർക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഉത്തരം നൽകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സെൽഫ് ലവ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക. വളരെ സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. നിങ്ങളൊന്ന് കണ്ണടച്ചതിന് ശേഷം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു അമൂല്യമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. വളരെ അമൂല്യമായിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് വളരെ സ്നേഹത്തോടു കൂടി ഒരാൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് തരുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുണ്ട്, അല്ലെങ്കിൽ അച്ഛനുണ്ട്, ഏറ്റവും അടുത്ത ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾ കണ്ടപ്പോൾ അയ്യോ നല്ല മനോഹരമായിട്ടിരിക്കുന്നത്, എനിക്ക് താടാലി, എനിക്ക് താടി, ഞാൻ കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പഴം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും? നിങ്ങളത് അങ്ങോട്ട് മുഴുവനായിട്ട് കൊടുക്കുമോ, അതോ അതിൻ്റെ ഭൂരിഭാഗം കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ കുറച്ച് ഭാഗം കഴിക്കുമോ, അതോ അമ്മ ഞാൻ പകുതി പകുതി തരാം, അല്ലെങ്കിൽ എടി ഞാൻ പകുതി പകുതി തരാം, അല്ലെങ്കിൽ ചേട്ടാ ഞാൻ പകുതി പകുതി തരാം എന്ന് നേരെ പകുതിയാക്കി കൊടുക്കുകയാണോ ചെയ്യുക? കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും ഭർത്താവിനെല്ലാം കൊടുത്ത് ബാക്കി വരുന്ന ചെറു വീതമാണ് നമ്മൾ കഴിക്കുക. ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ആദ്യം പറഞ്ഞ വിഭാഗമാണ് എല്ലാവർക്കും കൊടുത്താലും എല്ലാവർക്കും എടുത്തോളൂ, കഴിച്ചോളൂ, എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ രീതിയിൽ ആളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഭാഗം മാത്രം എനിക്ക് മതി, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല. സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും പുറത്തുനിന്ന് യു കാൺ എക്സ്പെക്ട് ലവ്, സ്നേഹം നിങ്ങൾക്ക് പുറത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചെക്ക് ചെയ്ത് തരാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ എല്ലാം സഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം പകർത്തു കൊടുക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ എപ്പോഴും അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും. അതായത് ബന്ധങ്ങളായിട്ട് ബന്ധപ്പെട്ടവർക്ക് എപ്പോഴും സങ്കടങ്ങൾ. അവസാനം എന്തെങ്കിലും കരണ്ട് ഉണ്ടാവും. അത്രയും സ്നേഹിച്ചിട്ട് എനിക്ക് എന്നോട് അവൻ അത് ചെയ്തല്ലോ, എന്നോട് അവൾ ചെയ്തല്ലോ എന്നൊരു ചിന്ത ഇയാൾക്ക് വരുന്നുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്കിത് ഉണ്ടാവുന്നില്ലേ? അപ്പോൾ അങ്ങനെ ആൾക്കാരെ നിങ്ങളെങ്കിൽ ഇന്ന് മുതൽ തുല്യമായിട്ട് വീതിക്കുക. കാരണം അവരെ പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ഞാൻ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു അത്രമാത്രം നിങ്ങളിലേക്ക് പുറത്തുനിന്ന് സ്നേഹം കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ തന്നെ മാക്സിമം സ്നേഹിക്കുക, സെൽഫ് ലവ് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ആര് ഭൂലോകത്തില്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ലവ് പുറത്തുനിന്ന് കിട്ടുന്നുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക, മാറ്റം വരുത്തുക. വീണ്ടും കാണാം.